ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബിഗ് ബോസിലെ ഇന്നത്തെ 4:20 ശേഷമുള്ള എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോണത്. ഫുള്ള് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ആദ്യം ലൈവ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പിന്നെ വെച്ചാൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന്. ഇതിനകത്ത് കുറച്ച് എനിക്ക് 3-4 കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എണ്ണി പറയാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ 4:30 4:20 ആ സമയത്താട്ടോ ലൈവിൽ കാണിക്കുന്നത് പണിപ്പുര. അതായത് അതാണ് മെയിൻ ഈ ബിഗ് ബോസിൽ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഭയങ്കര ടഫായിരിക്കും. ആർക്കും ഈസി ആയിട്ട് ഒന്നും കിട്ടില്ല. ഇവിടുന്ന് എല്ലാവരും കൊണ്ടുപോയ ബാഗോ അവരുടെ ആക്സസറീസോ ഒരു സാധനങ്ങളും അവരുടെ കയ്യിലേക്ക് എത്തില്ല. അവർക്ക് അവരുടെ കയ്യിൽ ആകെ കൊടുക്കാൻ പോകുന്നത് ബിഗ് ബോസ് അവർക്ക് നോർമലി കിട്ടുന്ന റേഷനും, അതായത് ലക്ഷറി ഫുഡ് ഒന്നുമില്ല ഇപ്രാവശ്യം. ലക്ഷറി സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് കിട്ടുന്നത് ബേസിക് റേഷനും അവരുടെ 2 ജോഡി ഡ്രസ്സും ആയിരിക്കും. പിന്നെ ഈ സ്റ്റാർ, അതായത് നമ്മൾ ആദ്യം എൻ്റെ ലൈവിലും ഈ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ആ ഫസ്റ്റ് ഗെയിമിൽ മറ്റേ ബാഡ്ജ് ഇല്ലേ, സ്റ്റാറിന്റെ ബാഡ്ജ് കിട്ടിയവർക്ക് മാത്രമേ ഉള്ളൂ അവരുടെ സാധനങ്ങൾ അവരുടെ കയ്യിൽ വെക്കാം. അവർക്ക് അവരുടെ ഡ്രസ്സും ആക്സസറീസും എല്ലാം അവർക്ക് ഉണ്ടാവും. അല്ലാതെ ഒരാൾക്കും അവരുടേതായ ഒരു സാധനങ്ങളും ഇടാനില്ല. ഒരു യൂണിഫോം പോലെ കുറച്ച് ഡ്രസ്സ് കൊടുക്കും എന്നല്ലാതെ, കുറച്ചെന്നല്ല 2 ജോഡി ഡ്രസ്സ് മാത്രം. അപ്പോൾ അതിൻ്റെ ടാസ്ക്കാണ് അവർക്ക് ഈ സമയത്ത് പറഞ്ഞു കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വരുന്നത് പണിപ്പുര. അവിടെയാണ് ഇവരുടെ ഡ്രസ്സും ആക്സസറീസും എല്ലാം ഇരിക്കുന്നത്, അതേപോലെ ലക്ഷറി ഫുഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവർക്ക് ഫുഡ് ഐറ്റംസ് ആയാലും ഇരിക്കുന്ന അവിടെയാണ്. അപ്പോൾ ഇവർ ടാസ്ക് കളിച്ച് ജയിച്ച് ഓരോ ആഴ്ചയിലും കിട്ടുന്ന ലക്ഷറി പോയിന്റ് അനുസരിച്ചിട്ടാണ് ഇവർക്ക് ഒരാഴ്ചയിൽ 2 ദിവസം പണിപ്പുരയിൽ കയറിയിട്ട് ആ എമൗണ്ടിന്, അതായത് അവർക്ക് കിട്ടുന്ന എമൗണ്ട് അല്ല, അവർക്ക് കിട്ടുന്ന പോയിന്റിന് അനുസരിച്ച് അവർക്ക് അതിലുള്ള അവരുടെ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഈ സ്റ്റാർ ഉള്ളവർക്ക് അവരുടെ സാധനങ്ങൾ കയ്യിലുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് പിന്നെ ഫുഡ് എടുത്താൽ മതി. ഇൻ കേസ് അവർക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇടാനൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥ കുറച്ച് ടാസ്ക്കാണ്. എനിക്കൊന്ന് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത് ആദ്യമായിരിക്കും തുടക്കം തന്നെ ഇത്രയും കട്ടിയിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ നിയമപുസ്തകം എടുക്കുന്നതിന് മുമ്പ് അതിനകത്ത് കുറേ റൂൾസ് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഈ നിയമപുസ്തകം എടുക്കാൻ സ്റ്റോറിൽ വെച്ചപ്പോൾ എല്ലാവരും കൂടി ആരാ പോയി എടുക്കുന്നതെന്ന് ബിഗ് ബോസ് ചോദിച്ചു. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് നമ്മുടെ അനീഷ് ബാക്കിയുള്ളവരോട് പറഞ്ഞു. അങ്ങനെ അനീഷിനോട് എല്ലാവരും പറഞ്ഞു ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റൻ പോയിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ അല്ലേ, ഇനിയിപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയി എടുക്കുക എന്ന്. അതായത് അനീഷ് അവിടെ ബാക്കിയുള്ളവർക്കും കൂടി അവസരം കൊടുക്കുന്നു എന്നുള്ള ഒരു സാധനം വെക്കുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ. പുള്ളിയുടെ ക്യാരക്ടറിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലങ്ങ് മാറിയെന്നല്ല, ഒരു പകുതി. അതായത് ഞാൻ എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാവരെയും കേൾക്കുന്നുണ്ട്, നല്ലത് ഞാൻ എടുക്കും, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം, അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ക്യാപ്റ്റനായിട്ട് നിന്നുകൊണ്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അത് പുള്ളിയുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി ആകാം, അല്ലാതിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു മൂവ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം അയാൾ അതിലൊരാളായിരുന്നപ്പോൾ അയാളുടെ ഇത് കാണിച്ചു. അയാൾ ക്യാപ്റ്റൻ ആയപ്പോൾ അയാൾ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ കാര്യങ്ങളും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതേ വ്യക്തി തന്നെ അവസാനം വേറൊരു വൃത്തികേടും കൂടി കാണിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ പറയാം. അപ്പോൾ വൃത്തികേടെന്ന് എനിക്ക് തോന്നി, നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ നിയമപുസ്തകം സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ആര്യൻ പോയി സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇത് അനീഷിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞില്ല നീ തന്നെ വാങ്ങിച്ചു. ഇല്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കില്ല. അതിൻ്റെ കാര്യം ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇവര് ഫസ്റ്റ് ആര്യൻ ഇങ്ങനെ ഈ അനീഷ് ആരോടും മിണ്ടാതെ കുറച്ചു നേരം നടന്നു എന്നുള്ളത്. നടന്നത് അതായത് മലയാളം വായിക്കാനൊന്നും അറിയാത്ത, എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരെയൊക്കെ എന്തിനാ ബിഗ് ബോസിൽ എടുക്കുന്നതെന്നുള്ള ഒരു കാര്യവും ഇല്ലാത്ത, റെലവൻ്റ് അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്തു, ഇങ്ങനെ മിണ്ടാതെ നടന്നു. അപ്പം അതുകൊണ്ടാണ് ആര്യൻ വായിക്കത്തില്ല, ഇനി നിങ്ങളുടെ മുന്നിൽ വായിക്കത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ആര്യൻ വായിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ആര്യൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് കിട്ടിയ ഒരു ആദ്യത്തെ ഇത്. പിന്നെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, ഈ നിയമപുസ്തകം എല്ലാം വായിച്ചതിന് ശേഷം അവർ കുറേ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് അടുത്തൊരു സാധനം ഇട്ടു. അനീഷ് ഓരോ സമയം ഓരോ സാധനം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനീഷ് രണ്ടാമത് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ റെസ്പെക്ട് തരും. അപ്പോൾ നിങ്ങളും എനിക്ക് എന്ത് ചെയ്യണം, റെസ്പെക്ട് തരണം. ആക്ച്വലി അപ്പോൾ കൂടെ വന്ന പെൺപിള്ളേരെല്ലാം കൂടി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ചേട്ടാ ഞങ്ങൾക്ക് തോന്നിയാണ് ഞങ്ങൾ റെസ്പെക്ട് തരണ്ട. ആർക്കായാലും നമ്മൾ തോന്നിയാലേ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുക, അല്ലാതെ അയാൾ പറയുമ്പോൾ ആരും റെസ്പെക്ട് കൊടുക്കില്ല. അതെന്തുകൊണ്ട് അനീഷ് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ പറയാറുണ്ട് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയാറുണ്ട്. നമ്മൾ ആർക്കെങ്കിലും റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ അയാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നണം അത് നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ആണ്. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതേപോലെ റെസ്പെക്ട് ചെയ്യും. അത് നമ്മൾ പറഞ്ഞിട്ടല്ല, അത് ഓട്ടോമാറ്റിക്കലി വരും. അത് പക്ഷെ എന്തിനാണ് അനീഷ് അവിടെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് പറഞ്ഞതെന്നറിയില്ല. അത് ഒരു കാര്യം. 5 മണിയായപ്പോൾ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. 6 മണി വരെ നോമിനേഷൻ ഉണ്ടായിരുന്നു. 19 പേരും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ നൂറയ്ക്കും രണ്ട് പേരാണെങ്കിൽ പോലും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അവർ ഗെയിമിലുള്ളത്, ബിഗ് ബോസിലുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാം, ഞാനെന്നല്ല നിങ്ങൾ ആരായാലും അത് ലൈവ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മെയിൻലി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന ശൈത്യക്കാണ്. ശൈത്യ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ള നെവിൻ മറ്റേ നമ്മുടെ കൊറിയോഗ്രാഫർ ഇല്ലേ, പുള്ളിയും ആക്റ്റീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. എനിക്ക് ഈ 2 പേരാണ് എനിക്ക് ഒട്ടും പറ്റാതെ. 8 പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ആർക്കൊക്കെ വോട്ട് ചെയ്തതെന്ന് പറയാം. അനു വോട്ട് ചെയ്തത് ജിസയിലിനും രഞ്ജിത്തിനും, മറ്റേ മുൻഷി രഞ്ജിത്തിനും. ആര്യം വോട്ട് ചെയ്തേക്കുന്നത് ശൈത്യക്കും നെവിനും. നമ്മുടെ സരിക വോട്ട് ചെയ്തേക്കുന്നത് ആര്യനും ഒനീലിനും. ചിലർ പേഴ്സണൽ ഗ്രഡ്ജുവേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അക്ബർ കൂടുതലും അങ്ങനെയൊക്കെ തന്നെയാണ്. അക്ബർ ചെയ്തിരിക്കുന്ന ആദില നൂറിക്കും രഞ്ജിത്തിനും വേണ്ടിയിട്ടാണ്. ബിൻസി ശൈത്യക്കും നെവിനും എതിരെ ചെയ്തിട്ടുണ്ട്. ഒനീൽ ചെയ്തിരിക്കുന്ന ശൈത്യക്കും ജിസേലിനും എതിരെ. ബിന്നി ചെയ്തിരിക്കുന്നത് ശൈത്യക്കും മുൻഷി രഞ്ജിത്തിൻ്റെ ഇടയ്ക്കാണ്, അതിനെതിരെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് അഭിലാഷ് ചെയ്തിരിക്കുന്നത് രേണുവിനും ആര്യനും എതിരെയാണ്. രണ ചെയ്തിരിക്കുന്നത് ശൈത്യക്കും നെവിനും എതിരെ. രഞ്ജിത്ത് ചെയ്തിരിക്കുന്നത് ശൈത്യക്കും ജിസേലിനും എതിരെ. ജിസേൽ ചെയ്തിരിക്കുന്ന രേണുവിനും ശാരികയ്ക്കും എതിരെ. ശാരിക ചെയ്തിരിക്കുന്നതാണ് കോമഡി, രേണുവിനും രഞ്ജിത്തിനും എതിരെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര മറ്റേ വീഡിയോയിലൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കര കുഴപ്പമില്ല അതൊക്കെയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ. ഇവിടെ വന്നപ്പോഴും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ശാരികയെക്കുറിച്ച് ഞാനൊരു കാര്യം ഇൻ ബിറ്റ്വീൻ പറയാം. പുള്ളിക്കാരി ഇൻ്റർവ്യൂവിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇതിൽ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണെന്ന്. എനിക്ക് തോന്നുന്നു അത് സ്ക്രിപ്റ്റഡ് ആണ്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു ബേസിക് നേച്ചറുണ്ട്, അതൊന്നും ഇതിലില്ല കേട്ടോ. ഇതിലൊന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല. ഒരു ദിവസമല്ലേ ആയിട്ടുള്ള, മേ ബി അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ വരുന്നത് ശാരിക ചെയ്തേക്കുന്ന രേണുവിനും രഞ്ജിത്തിനും എതിരെയാണ്. പിന്നെ ഷാനവാസിൻ്റെ ഒരു ഇതുണ്ട് നോമിനേഷൻ. എനിക്ക് ജസീലിനെതിരെ, അതായത് ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടാണ് ജസീലിനെതിരെ ചെയ്തേക്കുന്നത്. അതായത് കേരളത്തിനൊരു സംസ്കാരം ഉണ്ട്, ഡ്രസ്സിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട് അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ, ഷാനവാസാണ് തുടക്കം മുതലേ ജസീലിനോട് ലൈവിലും അങ്ങോട്ട് പോയി മിണ്ടുന്നുണ്ട്, പറയുന്നുണ്ട്, പുള്ളി ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഞാൻ ഒരിക്കലും ഇക്കാര്യം പുള്ളി പറയുന്ന വെച്ചല്ലേ, ഇന്നത്തെ അതേ ലൈവില് പുള്ളി വേറെന്തോ ഒരു സംഭവത്തിനിടയ്ക്ക് പുള്ളി തന്നെ വേറൊരു കാര്യത്തിലാണ്, മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് കാണുന്നതല്ല മഞ്ഞാണെന്ന് തോന്നുന്നു, പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഊഹം ശരിയാണെങ്കിൽ പുള്ളി തന്നെയാണ് അത് പറഞ്ഞത്. അപ്പോൾ കാരണം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, കാരണം ഇത്രയും ഇരുന്ന് കാണുന്നുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പുള്ളി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ കണക്ട് ചെയ്തായിരുന്നു, ഓഹോ അപ്പം പുള്ളിക്ക് തോന്നിയ പുള്ളിയുടെ ഒരു അറിവില്ലായ്മയാണത്. ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചീപ്പായിപ്പോയി. എനിക്ക് ഭയങ്കര ചീപ്പായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് നോമിനേഷനിൽ കാര്യങ്ങൾ. ഒന്ന് ശാരികേൻ്റെ ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നു, രേണുവിനെതിരെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആദില നൂറ പറഞ്ഞത് ശൈത്യക്കും ആര്യനും എതിരെ ആയിരുന്നു. പിന്നെ നെവിൻ പറഞ്ഞത് അനുമോൾക്കും രേണുവിനും എതിരെ. ശൈത്യ പറഞ്ഞത് ബിന്നിക്കും രഞ്ജിത്തിനും എതിരെ. രേണു ശൈത്യക്കും അക്ബറിനും എതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരത്ത് നെവിനും ഷാനവാസിനും എതിരെ പറഞ്ഞു. അനീഷ് ശാരികയ്ക്കും
അനുവിനും എതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടല് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. കൂടുതലും വന്നിരിക്കുന്നതിനകത്ത് ശൈത്യയുടെ പേര് വന്നിട്ടുണ്ട്, നെവിൻ്റെ പേര് വന്നിട്ടുണ്ട്, രഞ്ജിത്തിൻ്റെ പേര് വന്നിട്ടുണ്ട്, പിന്നെ രേണുവിൻ്റെ വന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നോമിനേഷനിൽ വന്നിരിക്കുന്ന. ശൈത്യക്ക് 8 ഇതങ്ങാണ്ട വന്നിട്ടുള്ളത്, അനുമോൾക്ക് 2 വന്നിട്ടുള്ളൂ, രേണുവിന് 4, രഞ്ജിത്തിന് 5 അങ്ങനെ വന്നിട്ടുണ്ട്. മൊത്തം ഞാൻ കൗണ്ട് എടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഹൈലി ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം വന്നിരിക്കുന്നത്. രേണുവിന് ഈ സമയത്ത് ഇത് നോമിനേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് രേണുവിനൊരു തലവേദന. അപ്പം ചായ കുടിക്കാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചായ എല്ലാവർക്കും അത് നിർബന്ധമാണ്, എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ രേണു എന്തോ ഇത് നൂറയുടെ മടിയിലേക്ക് തല വെച്ച് കിടക്കാണ്. അപ്പം രേണു ഓൾറെഡി ഇയാളോട് പറഞ്ഞിട്ടുണ്ട്, അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തലവേദന എടുക്കുന്നു അതാണെന്നൊക്കെ. ഇതേ സാധനം കിടക്കാൻ നേരത്ത് അവിടെ ഓപ്പോസിറ്റ് ഇരുന്ന് ആരാ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല, പറയുന്നുണ്ട് അത് നീ രേണു നീ ഉറങ്ങുവാണ്, അപ്പോൾ ഉറങ്ങുമല്ല തലവേദനയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള അതായത് അഭിലാഷാണെന്ന് തോന്നുന്നു, അഭിലാഷ് പറയുന്നുണ്ട് ഷാനവാസിനും എന്താ തലവേദനയാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അനീഷ് പറഞ്ഞ ഡയലോഗുണ്ട്, ഇല്ല രേണുവിന് തലവേദനയാന്ന് എന്നോട് പറഞ്ഞു, അത് ജെനുവിനാ, ഷാനവാസിന്റെ അങ്ങനെ അല്ല. അതായത് ജെനുവിൻ അല്ല എന്നുള്ളത് അനീഷ് അവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. അതെങ്ങനെ അനീഷിന് അറിയാൻ പറ്റും ഷാനവാസിന് തലവേദന ഇല്ലാന്ന്? അപ്പോൾ ഇതും പറഞ്ഞിട്ട് ഫസ്റ്റ് അടിയാണ് ബിഗ് ബോസിൽ നിന്ന് ആയത്. അതായത് അഭിലാഷ് ഇതേ സാധനം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അഭിലാഷ് പോയി ശരത്തിനോടും ബാക്കിയുള്ളവരോടും പറയുന്നുണ്ട് അവൾക്കൊരു തലവേദനയില്ല, അവൾ കള്ളത്തരം കാണിക്കുക എന്ന്, അവളിപ്പം നടക്കുന്ന കണ്ടോന്ന്. ഇത് കേട്ടോണ്ട് ശരത്ത് നോക്കിയപ്പോൾ തൊട്ടടുത്തൂടെ രേണു പോകുന്നു. അപ്പോൾ രേണു ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ പറയാം നിനക്കിപ്പോൾ തലവേദനയില്ലേ? അപ്പോൾ രേണു കാണിച്ചൊരു സാധനം ഉണ്ട്, അയ്യോ എനിക്ക് തലവേദന എടുക്കുന്നു എന്നുള്ളൊരു സാധനം. സത്യം പറഞ്ഞാൽ ലിറ്ററലി എല്ലാവർക്കും മനസ്സിലാവും അതൊരു നാടകമായിരുന്നു. പുള്ളിക്കാരിക്ക് ഉറക്കം വന്നിട്ട് തന്നെ കിടന്നിട്ടുണ്ടാവുക. കാരണം അത് ചിരിച്ച് കളിച്ച് തലവേദനയുള്ള ഒരാൾ, അവരെ കുറ്റം പറയാൻ പറ്റില്ല, തലവേദനയുള്ള ഒരാൾ അങ്ങനെ നടക്കില്ല. ഇത് പറയുന്നത് നിനക്ക് തലവേദനയില്ല, എനിക്ക് തലവേദനയുണ്ട്. അപ്പോൾ അതും പറഞ്ഞിട്ട് അഭിലാഷ് അവിടെ റേസായി, നിനക്ക് തലവേദന ഇല്ല അതായതാന്ന് പറഞ്ഞു. അപ്പോൾ രേണു വീണ്ടും ദേഷ്യപ്പെട്ടു. അപ്പോൾ ചുറ്റും നിന്നവരും എല്ലാവരും പറഞ്ഞു തലവേദന ഉള്ള ഒരാളും ഇങ്ങനെ ദേഷ്യപ്പെടത്തില്ല, അതിനുള്ള ഒരു സ്റ്റാമിനയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവ ഇത്ര തലവേദനയാണെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ വേണമെന്നൊക്കെ. ഇതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ അനീഷ് ബളം കേട്ട് വന്നു. പിന്നെ അഭിലാഷും അനീഷും തങ്ങളിൽ അടിക്കുന്നുള്ള രീതിയിൽ ആക്കി. ഇത് ആക്ച്വലി അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ആണോ എന്ന് എനിക്കറിയാൻ വയ്യാത്തെ. അപ്പം ഷാനവാസ് അനീഷിനോട് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്, പക്ഷേ അനീഷിൻ്റെ തൊട്ടടുത്തിരുന്ന് ഇങ്ങനെ ഒരു സംസാരം നടന്നു എന്ന് പറയുന്നു. നല്ലൊരു പ്ലെയറാണ് അനീഷ്. അപ്പം ചുറ്റുമുള്ളതൊന്നും കാണാതിരിക്കുമോ കേൾക്കാതിരിക്കുമോ? എനിക്കതാണ് അറിയാത്തത്. പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് രേണുവിന്റെ ജെനുവിനാ, നിങ്ങളുടെ ജെനുവിൻ അല്ല എന്ന് വാദമൊന്നും പറയാതെ അതേ രീതിയിൽ കൊണ്ടെത്തിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൊവോക്കിംഗ് സാധനം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം കിട്ടിയെന്നുള്ള രീതിയിൽ അഭിലാഷും കയറി ദേഷ്യപ്പെട്ടു. അതേപോലെ അനീഷും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഒരു അടി പോലെ ആയിട്ടുണ്ടായിരുന്നു ഈ തലവേദനയുടെ പേര്. അത് കുറച്ച് നേരെ എപ്പിസോഡ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. ഷാനവാസിന്റെ ഒരു വൃത്തികെട്ട ഒരു പറച്ചില് ജസീലിനെതിരെ ഡ്രസ്സിന്റെ കാര്യത്തിൽ, അതെനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ രേണുവിന്റെ കള്ളത്തലവേദന, അതൊന്ന് ഒരടിയുള്ള ഒരു കണ്ടന്റ് ആയി, നല്ലൊരു കണ്ടന്റ് ആയി. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയൊക്കെയാണ് തോന്നിയത്. ഇനി ഞാൻ കണ്ടാലേ എനിക്കറിയുള്ളൂ എന്തൊക്കെയാണ് ഇനി ആൾക്കാർ ഇനി ചെയ്യാൻ പോണത്, എന്തൊക്കെയാണ് വരാൻ പോണത് എല്ലാം. നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതിലെല്ലാം എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ തോട്ട്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻസ് ഞാൻ എൻ്റെ സമയം പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. കഴിവതും ഒന്നുകിൽ ലൈവിലോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ റെക്കോർഡ് ചെയ്തിടുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.